ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് വീഡിയോ ചെയ്യാൻ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോൾസ് വരുന്നുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ഡയറക്റ്റ് പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് യൂട്യൂബിലും ഒരുപാട് മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ക്ലാസ്സിൽ വരേണ്ടത്. എനിക്കത് നേടണം, എനിക്കിത് നേടണം എന്ന് പറഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ടാണ് ക്ലാസ്സിൽ വരിക. അതായത് നമുക്ക് എപ്പോഴും ഒരു ആങ്ഷ്യസ് തോട്ടായിരിക്കും, എനിക്കത് കിട്ടുമോ, എനിക്കത് നേടണം, അത് നേടിയില്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്തായിരിക്കും, അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് ഇത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും. അപ്പോൾ എപ്പോഴും ആങ്ഷ്യസ് തോട്ടിലാണ് ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുന്നത്, ഗോളിനെ ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്തുനിന്ന് ഈ ഗോൾസ് എല്ലാം അകന്നകന്നകന്നകന്ന് പോകും. അപ്പം ഈ ഒരു ക്ലാസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇത് മാനിഫെസ്റ്റേഷൻ ക്ലാസ് അല്ല, ആ ഒരു പ്രോസസ്സ് ക്ലിയർ ആക്കുന്ന ക്ലാസ്സാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വേർഷനെ കണ്ടുപിടിക്കുന്ന ക്ലാസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ലൈഫിലേക്ക് എത്തിക്കുന്ന ക്ലാസ്, നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ഒരു ക്ലാസ്. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്, ഒരു നല്ലൊരു വ്യക്തിയാക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. നമ്മളെ വില കുറച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ താഴ്ത്തിക്കെട്ടി നമ്മൾ തന്നെ സംസാരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ പണ്ട് നമ്മളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നീ ഒന്നിനും കൊള്ളില്ല, നിനക്ക് പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ നീ ആ ഒരു രീതിയിലൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം, നിനക്ക് അത്രയൊന്നും റിസൾട്ട് കിട്ടില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് ആരൊക്കെയോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതൊക്കെ മൈൻഡിലുള്ളത് കൊണ്ട് നമ്മളെ തന്നെ വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടും, ഈ ക്ലാസ് എന്താണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ആദ്യം തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ എന്താണ്, നിങ്ങളെ ഒരു നല്ലൊരു വ്യക്തിയാക്കി മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ ഫ്രീ ആക്കി വിടുക. നെഗറ്റീവ് ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ്. അല്ലാതെ പെട്ടെന്ന് ഹാപ്പിനെസ്സിലോട്ട് എത്തുന്ന പ്രോഗ്രാം അല്ല ഇത്. നെഗറ്റീവ് ഇമോഷനിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോയിട്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നതാണ്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷനിലൂടെ നമ്മൾ അനുഭവിച്ച് അതിൽ നിന്നും അത് ഓവർകം ചെയ്തിട്ട് ഹാപ്പിനെസ്സിലോട്ട് എത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ 24/7 ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത്. നിങ്ങളിൽ ഹാപ്പിനെസ് എത്തും എങ്ങനെ, നാച്ചുറലി, റിയലിസ്റ്റിക് ആയിട്ട്, അല്ലാതെ ഫേക്ക് ഹാപ്പിനെസ് അല്ല, റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്നർ ഹാപ്പിനെസ്, ഇന്നർ പീസിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. അത് നിങ്ങൾ തന്നെ പ്രാക്ടീസിലൂടെ എത്തിച്ചേരും. അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ഈ വെയിറ്റ്, നമുക്കുള്ളിൽ നെഞ്ചിലുള്ള ആ ഒരു ഭാരം ഇറക്കി വെച്ചിട്ട് മനസ്സൊന്നുകൂടെ നല്ല രീതിയിൽ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ തന്നെ 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്, കുറച്ച് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം റിസൾട്ടിനെ ചേസ് ചെയ്യാൻ പാടില്ല. റിസൾട്ട് അതിൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്സിൽ തരുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇന്നലെ ഒരു കുട്ടി ക്ലാസ്സിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ മോർണിംഗ് നൈറ്റ് റിച്വൽസ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡേ ടൈമിൽ എങ്ങനെ നമ്മളെ ഇമോഷൻസ് ഓക്കെ ആക്കാം, അല്ലെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ എങ്ങനെ ഇമോഷൻസ് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് പെട്ടെന്ന് എങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെയാണ് പഠിക്കാൻ പറ്റിയത് എന്ന് ഒരു കുട്ടി പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം
നമുക്കതല്ലേ വേണ്ടത്. നമ്മളിപ്പം രാവിലെ പ്രാക്ടീസൊക്കെ ചെയ്തല്ല മെഡിറ്റേഷൻ ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു. ഇപ്പോൾ ജോലി സ്ഥലത്തെത്തുന്ന അവിടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിച്ച് നമ്മൾ മൂഡ് ഓഫ് ആവുന്നു അല്ലേ? അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളാകെ തന്നെ കുട്ടികൾ വന്നിട്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമ്മൾ മൂഡ് ഓഫ് ആവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവുന്നു. അപ്പോൾ ഇത്തരം ഡെയിലി നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയല്ലേ നമ്മൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ക്ലാസ്സിലൂടെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മാറുന്നതിലൂടെ നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ മാറാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത്. അതായത് നിങ്ങളെ ഹസ്ബൻഡ് മാറാൻ തുടങ്ങും, കുട്ടികൾ മാറാൻ തുടങ്ങും, പേരൻസ് മാറാൻ തുടങ്ങും, കൊളീഗ്സ് മാറാൻ തുടങ്ങും. എത്രയോ ആൾക്കാർ പറയുന്നു പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കാണുന്ന ജിമ്മിൽ പോകുന്ന സമയത്ത് ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ റൈറ്റ് ടൈമിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് നമുക്ക് സഹായം വന്നു ചേരുന്നത്. ഇപ്പം ഇന്നലെ ഒരു കുട്ടി പറഞ്ഞത് 1 വർഷമായിട്ട് ഖത്തറിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷെ നടക്കുന്നില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ക്ലാസ്സിൽ വന്നതെന്ന് പറഞ്ഞു. വിത്തിൻ ഒരു 2 days ക്ലാസ് കൊണ്ട് 3 days ക്ലാസ് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ഖത്തറിൽ ബിസിനസ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അവർ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അവർക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഈ സക്സസ് സ്റ്റോറീസ് ഒക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്കത് ഫേസ് റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, സ്റ്റുഡൻസിൻ്റെ അവരുടെ സമ്മതമില്ലാതെ എനിക്ക് ഫേസ് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഓഡിയോ ആയിട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത്. എനിക്ക് തന്നെ ഗൂസ് ബംസ് വന്നു ഈ ഒരു സക്സസ് സ്റ്റോറീസൊക്കെ കേട്ടിട്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1 month 2 month അല്ല നിൽക്കുന്നത്. കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വേർഷനിലേക്ക് എത്താൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നു. അതായത് നമ്മൾ മാറിക്കഴിയുമ്പം അടുത്ത 3 ജനറേഷനാണ് മാറുന്നത്. കാരണം നമ്മൾ അമ്മമാരല്ലേ, നമ്മൾ പേരൻസ് അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് വളർന്നതെന്ന് നമുക്കറിയില്ല. അവർക്ക് ഒരുപാട് ബുള്ളിങ് അവർ നേരിട്ടിട്ടുണ്ടാവും, ഒരുപാട് കമ്പാരിസൺസ് നേരിട്ടിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് ജഡ്ജ്മെൻറ്റ് ക്രിറ്റിസിസം ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. അവർക്ക് എന്താണോ കിട്ടിയത് അതല്ല അവർ നമുക്ക് തരുന്നത്. അത് അവരുടെ തെറ്റല്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് അവരെ മനസ്സിലാക്കി നിൽക്കുക, അവരെ ഫോർഗിവ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ബാക്കിലോട്ട് പോകുന്തോറും ഓരോ ജനറേഷൻ തന്നതാണ് അവരിപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ജനറേഷൻ തൊട്ട് നമ്മൾ മാറാൻ റെഡിയായി കഴിഞ്ഞാൽ അടുത്ത 3 ജനറേഷൻ പോസിറ്റീവായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നു, സെൽഫ് ലവ് കൂടുന്നു, എല്ലാം ഓപ്പണായി പറയാനുള്ള കറേജ് കിട്ടും, എങ്ങനെ നോ പറയണം എന്നുള്ള സ്കില്ല് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് കൂടും, മറ്റുള്ളവരിൽ നിങ്ങൾക്ക് നല്ലത് കണ്ടെത്താൻ കഴിയും. പിന്നെ അതിലൂടെ തന്നെ നിങ്ങളെ ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആവും. അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല നല്ല വ്യക്തികളെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ വലിയ മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ കരിയറൊക്കെ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ കരിയർ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതെ തന്നെ കരിയർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതായത് നിങ്ങൾ കരിയറിനെ ചേസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളെ ഓക്കെ ആക്കുന്ന സമയത്ത് കരിയർ നിങ്ങളെ ചേസ് ചെയ്ത് വരും, മണി നിങ്ങളെ ചേസ് ചെയ്ത് വരും, നിങ്ങളടുത്തേക്ക് അട്രാക്റ്റായി വരും. ബാക്കി എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും, നമ്മൾ ചേസ് ചെയ്യും എന്നുള്ള നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും, നമുക്ക് ആഗ്രഹം വേണം, നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ഇത് നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും എന്നുള്ളതാണ്. നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്ത്, നിങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പ്യുവർ ആവുന്ന സമയത്ത്, പോസിറ്റീവ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കും. വീണ്ടും പറയുന്നത്, ഈ ഒരു ക്ലാസ് മാജിക്കോ ഒന്നുമല്ല, ഇത് ലോജിക്കലി കംപ്ലീറ്റ് സയൻസ് ആണ്. അപ്പോൾ നമ്മളെ ഇമോഷൻ ആണെങ്കിൽ എന്താണ്? എനർജിയാണ് അല്ലേ, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. പറയുന്ന വേർഡ്സ് എന്താണ്? എനർജിയാണ്, അതിന് ഫ്രീക്വൻസി ഉണ്ട്. തോട്ട്സ് എന്താണ്? ഔട്ട് ഗോയിങ് തോട്ട്സ്, പുറത്തേക്ക് വിടുന്ന തോട്ട്സ് എന്താണ്? അതിന് എനർജി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ ഫ്രീക്വൻസിയാണ് പുറത്തേക്ക് വിടുന്നത്, ആ സെയിം ആണ് നമ്മൾക്ക്
അട്രാക്റ്റായി വരുന്നത് അല്ലേ. നമ്മുടെ ഉള്ളിലത്തെ വേൾഡ് അല്ലെ, ഉള്ളിലത്തെ ലോകം, നമ്മൾ ഇന്നർ വേൾഡിൽ നമ്മൾ എന്താണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത്, പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡാറ്റ ഇവിടെ ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ എന്തൊക്കെയാണോ ഡാറ്റാസ് ഉള്ളത്, ആ ഡാറ്റാസ് തന്നെ വീണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആ സെയിം സംഭവം, ആ ഒരു എക്സ്പീരിയൻസ് വീണ്ടും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാണ് സയൻസ് എന്നുള്ളത്. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴോ എനിക്കത് കിട്ടില്ല, അല്ലെങ്കിൽ ഓ മൈ ഗോഡ് ഞാൻ അതിൽ ഇപ്പോൾ PSC ആണെങ്കിൽ എനിക്ക് അതൊന്നും എക്സാം ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ ജോബ് ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എത്ര കാലമായി ശ്രമിക്കും, ഇതെൻ്റെ വിധിയാണ്, ക്യാൻസൽ. ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രീതി തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതല്ല, മറിച്ച് ഓപ്പോസിറ്റായി നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഈ ഒരു ജോബിന് ഞാൻ ഡിസേർവിങ് ആണ്, ഇത് എന്നിലേക്ക് എന്തായാലും വരും, ഓൾറെഡി ഇത് എൻ്റേതായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനിങ്ങ് എടുക്കുവാന്ന് പറഞ്ഞതുപോലെ ഇത് എൻ്റേതാണ് എന്ന് വിചാരിച്ചിട്ട്, അതായത് ഐ നോ എന്നുള്ളതാണ്, ഐ വിൽ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഐ ഹാവ് എന്നുള്ളത്. ഐ നോ, എനിക്കറിയാം ഇത് എൻ്റേതാണ്, ഓൾറെഡി എൻ്റേതാണ് എന്ന് നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുണ്ടാവും ആ ഒരു ഗോൾ. പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ആഗ്രഹം നേടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിറ്റാച്ച്ഡായി നിൽക്കുക എന്നുള്ളതാണ്. അതായത് ആഗ്രഹിക്കരുത് എന്നുള്ളതല്ല, ഇമോഷണലി ഡിറ്റാച്ച്ഡായി നിൽക്കുക. നെഗറ്റീവ് ഇമോഷൻസൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടേക്ക് ഗോൾ വരുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും അഫർമേഷൻ പറഞ്ഞിട്ടോ തത്ത പാടുന്നത് പോലെ ഒരുപാട് അഫർമേഷൻ ഇങ്ങനെ റോബോട്ടിക്കലി പറഞ്ഞാലൊന്നും നമ്മളുടെ ഗോൾസ് മാനിഫെസ്റ്റ് ആവില്ല. അപ്പം അതിന് യഥാർത്ഥ ഗൈഡൻസ് അത്യാവശ്യമാണ്. ഇപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അവിടെയാണ് നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ക്ലാസ്സിനെ പറ്റി ഒരുപാട് ആൾക്കാർ പുറത്ത് സംസാരിക്കുന്നത്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എന്തിനാ ഭ്രാന്തുള്ളവർക്കാണ് ഈ ക്ലാസ്. ഒരിക്കലുമല്ല. നമുക്ക് എല്ലാവർക്കും ലൈഫിലൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമാണ്. ഏതോ ഒരു ഏരിയയിൽ, എല്ലാ ഏരിയയിലും നമ്മൾ ആരും പെർഫെക്റ്റ് ആയിരിക്കില്ല അല്ലേ. നമുക്ക് ചിലപ്പം ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കായിരിക്കും, പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരാളായിരിക്കും, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളായിരിക്കും. ചില ആളുകൾക്ക് സംസാരിക്കുന്ന സമയത്ത്, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ കൈയൊക്കെ ഷിവർ ചെയ്യുന്നു, സ്വെറ്റ് ചെയ്യുന്നു, ഭയങ്കര പേടി തോന്നുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതുപോലെ തന്നെ കൈയൊക്കെ തണുത്ത് മരവിച്ച് അങ്ങനെ പേടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആൾക്കും ഓരോ ഏരിയയിൽ അവർക്ക് അവരുടെ ബലഹീനത, വീക്ക്നെസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് ഏരിയയിൽ വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഓവർകം ചെയ്തിട്ടാണ് എനിക്ക് മാറാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾ ഡൗൺ ആയിരിക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ടത്, അല്ല ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. അതായത് എഴുതുക, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത് അല്ലേ. നിങ്ങൾക്ക് മാത്രമല്ലേ നിങ്ങളെ അറിയുള്ളൂ. ഇപ്പം നമ്മൾ ആൾക്കാരോട് പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ 100% അറിയാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറെ എനിക്ക് 100% അറിയാം. അങ്ങനെ ആർക്കും ആരെയും 100% മനസ്സിലാക്കാൻ പറ്റില്ല, ശരിയല്ലേ. നമ്മളെ 100% മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ എന്താണെന്നുള്ളതും നമ്മൾ എങ്ങനെയാണെന്നുള്ളതും യഥാർത്ഥ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പേരൻസിന് പോലും നമ്മളെ പറ്റി അറിയില്ല, ഫ്രണ്ട്സിന് അറിയില്ല, ലൈഫ് പാർട്ട്ണർക്ക് അറിയില്ല. അതാണ് നമ്മുടെ സീക്രട്ട് പേഴ്സണാലിറ്റി. നമ്മുടെ ഉള്ളിൽ നമ്മൾ മാത്രം കൊണ്ട് നടക്കുന്ന നമ്മൾ, അതാണ്. അപ്പോൾ അത് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ലാക്ക് വരുന്നത്, അവിടെ അത് നിങ്ങൾ എഴുതുക. എവിടെയാണ് സപ്പോർട്ട് വേണ്ടത്. ചിലപ്പോൾ ഹെൽത്തിലായിരിക്കും. ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല. എല്ലാവരും ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണ് പറയുക. ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇമോഷണലി നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് വേണ്ടത്, അതായത് ഇമോഷണലി നിങ്ങൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആവണോ, കോൺഫിഡൻസ് കൂടണോ, കുറച്ചുകൂടെ ധൈര്യം വേണോ നിങ്ങൾക്ക്,
അപ്പം ഏത് ഏരിയ കൺഫ്യൂഷനാണോ, കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി വേണം, കുറച്ചുകൂടെ നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണം, അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി വേണം, കുറച്ചുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേഷനോടെ ഫോക്കസോടെ ചെയ്യാൻ പറ്റണം. ഐ ആം എ പ്രൊക്രാസ്റ്റിനേറ്റർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, എല്ലാ കാര്യങ്ങളും നീട്ടി വെക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്തിൻ്റെ ഏരിയയിൽ വരുന്നത്. റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ നിങ്ങളെ ആങ്കർ ഇഷ്യൂ കാരണം പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും റിലേഷൻഷിപ്പിൽ. ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ലൈഫ് പാർട്ട്ണറിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യണം, എല്ലാ റിലേഷൻഷിപ്പും ഹീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും. ഇനി കരിയറിലോട്ട് വരുന്ന സമയത്ത് എല്ലാം കരിയറിന് വേണ്ടി 10 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷേ നല്ലൊരു ആഗ്രഹിച്ച രീതിയിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ ഏരിയയും ഓക്കെയാണ്, കരിയറിൽ മാത്രമാണ് എനിക്ക് പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. ഇനി മണി ഏരിയയിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം, എത്രയോ നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നു, കയ്യിൽ പൈസ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം നമ്മളെ ലൈഫിൽ തന്നെ എല്ലാ ഏരിയയിലുമുള്ള സൊല്യൂഷൻ, എല്ലാ ഏരിയയും ഓക്കെ ആക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടും. അതിനിങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ക്ലാസ്സിൽ വന്ന് എത്ര ദിവസം കൊണ്ട് എനിക്ക് മണി പ്രോബ്ലം മാറും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് എനിക്ക് കരിയർ ഓക്കെ ആവും എന്നുള്ളത് ക്വസ്റ്റ്യനായി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങളത് എത്രത്തോളം ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങളത് എത്രത്തോളം ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പാസ്റ്റ് ട്രോമ എത്രത്തോളം ഹീൽ ചെയ്യുന്നു, അതിനടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ സ്പീഡ് ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ആയി എന്ന് ഞാൻ കരുതുന്നു. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് പോയിൻറ്റ്സ് പറഞ്ഞ് അങ്ങനെ പോകുന്ന വീഡിയോ അല്ല, മനസ്സിലുള്ള കാര്യങ്ങൾ. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ 0 പ്രിപ്പറേഷനിലാണ് വരാറ്. വീഡിയോ ഓൺ ചെയ്യും, കട്ട് ചെയ്യാൻ പോലും ഉണ്ടാവാറില്ല, ജസ്റ്റ് സംസാരിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ ഒരു വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ എല്ലാം ഹീൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലത്. അല്ലാതല്ല, നിങ്ങൾക്ക് സഹായം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ, താങ്ക് യു, ലവ് യു, ബൈ.